ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് ഒരു പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പം ഇന്ന് വിചാരിച്ചു ശരി ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കുമെന്നല്ല, മിക്കവാറും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഏകദേശം 6 മാസത്തിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നില്ല. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് എൻ്റെ വേ ഓഫ് സ്റ്റൈലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ആവശ്യമായ സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, കരിവേപ്പില, കൊച്ചുള്ളി, ഇത് ഇവിടുത്തെ വെള്ള സവാളയാണ് കിട്ടിയത്, പിന്നെ തക്കാളി, പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുക്കർ വെച്ചു. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കരിവേപ്പില ആദ്യം തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിക്കാം. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഭയങ്കര കട്ടയായിട്ടിരിക്കുകയാണ്, ഭയങ്കര തണുപ്പായിട്ട്. അതുകൊണ്ടാണ് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇനി നല്ലവണ്ണം മൂക്കട്ടെ. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജീരകം, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടെ സ്പൈസസ് എല്ലാം കൂടെ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, കൊച്ചുള്ളി ഇട്ടു. ഇനി ഇതൊന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം അരച്ച പേസ്റ്റ് ഇടാം. അതിൻ്റെ ഇടയ്ക്ക് അതും താഴും. ഇനി നല്ലപോലെ ഇളക്കാം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കായപ്പൊടി. സിമ്മേ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് മീറ്റ് മസാല ഇടാം. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇടാം. മിക്സിങ് 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 എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇടാം. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരല്പം ഒന്ന് അരച്ച മിക്സിയിലൊന്ന് കഴുകി ഒഴിച്ചു. ഒരു 1/2 ഗ്ലാസ് വെള്ളം പോലും ഒഴിച്ചില്ല, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് ഒരു പീസ് കായ കൂടി ഇട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. നമുക്ക് കുക്കർ തുറക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒരുപാടിട്ട കുറേ സമയം എടുക്കും. ഇതുപോലെ കുറേശ്ശെ ഇട്ട് നമുക്ക് വരട്ടിയെടുക്കാം. റോസ്റ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിലാണ് മല്ലിയില എടുക്കുന്നത്.
ഇതിലേക്ക് അല്പം കരിവേപ്പിലയും കൂടി ഇടാം. അങ്ങനെ ഫൈനലി നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ അഴകോ, കഴിച്ചു നോക്കിയാലും അത്യുഗ്രനാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വിഭവം വന്നിട്ട് ന്യൂ ഇയർ ആയിട്ട് നീളം പയർ തോരൻ, മോര് കറി, മീൻ കറി, നെമ്മീൻ കറി, ബീഫ് റോസ്റ്റ്. ഹായ് ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ന്യൂ ഇയറുമായിട്ട് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കാം. നല്ല കളർ, ഡാർക്ക് കളർ. സെറ്റ് അന്തസ്. ബീഫ് നല്ലോണം ഇങ്ങനെ ഫ്രൈ ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒലത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. ഡാർക്ക് കളർ എല്ലാം സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദിവസത്തിന് ശേഷം, ഒരുപാട് ദിവസമല്ലേ, ഒരുപാട് മാസത്തിന് ശേഷം നമ്മൾ കഴിക്കണം. അന്തസ്, നല്ല ഒരു സമാധാനം ബീഫ് കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ.